എന്തൊക്കെയാണ് പുതിയ വീട്ടുകാര്യങ്ങൾ? സാധാരണ ഏതൊരു വീട്ടമ്മയുടെയും പോലെ തന്നെ വീട് ക്ലീൻ ചെയ്യും, കുക്ക് ചെയ്യുക, പിന്നെ ഞാൻ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും, നല്ല നല്ല സിനിമകൾ കാണും, അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. പിന്നെ ഹെൽത്തിന് ഇപ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. യോഗ, ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. സംയുക്ത പറഞ്ഞു സംയുക്ത നല്ലൊരു കുക്കാണെന്ന്. സംയുക്തയുടെ ഭർത്താവാണെങ്കിൽ ഒരു താരം എന്ന നിലയ്ക്ക് ഫിഗർ നല്ലതായിട്ട് നോക്കേണ്ട ആളാണ്. നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവും ഇതേ പ്രശ്നം. നല്ലൊരു കുക്കാണെങ്കിൽ പോലും ഫിഗർ ആലോചിച്ച് കുക്കിങ്ങിന് തന്നെ വിഘാതം വരുത്തുന്ന. അതെങ്ങനെയാണ് സംയുക്ത അത് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക്? നല്ല കുക്കാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ബിജുവേട്ടന് ഇഷ്ടമുള്ള പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. ബിജുവേട്ടൻ്റെ ലൈഫിൽ ആകെ കൂടി ബിജുവേട്ടന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം നന്നായിട്ട് ഫുഡ്, നല്ല സ്വാദുള്ള ഫുഡ് കഴിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതാണ് ഏറ്റവും വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് കോൺഷ്യസ് അല്ല ഇതിനെക്കുറിച്ചെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ രണ്ടുപേരും ഒട്ടും അങ്ങനെ ചിന്തിക്കാറില്ല. ഓ ഇത് കഴിച്ചാൽ തടിക്കും, തടിച്ചാൽ ഫിഗർ പോവും, ഫിഗർ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമ കിട്ടില്ല, അങ്ങനെ ഞങ്ങൾ ചിന്തിക്കാറില്ല. ലൈഫ് കുറച്ചേ ഉള്ളൂ, ആ സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ളതാണ്. പക്ഷെ എന്നാൽ ലിമിറ്റ്സ് വേണം, അങ്ങനെയുള്ളൂ. അല്ലാതെ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാനോ അതല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്ത് ബിജുവിന് ഫുഡ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാൽ. ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ എന്നാലും വിഷമം. എനിക്ക് ബിജുവേട്ടൻ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഈ ഫിഷൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കില്ലെങ്കിൽ പോലും എനിക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ബിജുവേട്ടൻ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ശരിക്കും ഇവിടെ എൻ്റെ വീട്ടിലൊട്ടും നോൺ ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൊതിയായി ഇതൊക്കെ കഴിക്കാനൊക്കെ. അപ്പോൾ എനിക്കത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോൾ നല്ല ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്. ഏറെ ഗ്ലാമറുള്ള, അധികാരമുള്ള, പ്രശസ്തിയുള്ള ഒരു നടി എന്ന റോളിൽ നിന്ന് ഈ വീട്ടമ്മയുടെ റോളിലേക്ക്, അത് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു വീട്ടമ്മയുടെ റോളിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ വിരസത അനുഭവപ്പെടില്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നത് മറ്റേ ഫിലിം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് നമുക്ക് ചെയ്യാൻ അവസരങ്ങളുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം, ഒരു വീട്ടമ്മ ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം പുതിയ പുതിയ തരത്തിലുള്ള ഭക്ഷണം, പാചക രീതികൾ ട്രൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. എനിക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ പുതിയ ഓരോന്നുണ്ടാക്കും. പിന്നെ മധുരപലഹാരങ്ങൾ, പിക്കിൾസ് ഉണ്ടാക്കുക. ഈ പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ അമ്മൂമ്മയ്ക്കൊന്നും ഇപ്പോഴും ഒട്ടും നേരമില്ല ഇരിക്കാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഊണ്, വൈകുന്നേരമുള്ള പലഹാരങ്ങൾ, രാത്രിയുള്ള ഫുഡ്, അതിൻ്റെ ഇടയിൽ പിക്കിൾസ്, കൊണ്ടാട്ടം, മുറുക്ക്, ഇങ്ങനെയുള്ള കുറേ ഇത്, അത് തന്നെ ഒരു പണിയാണ്. പിന്നെ വീട് വൃത്തിയാക്കുക എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓരോരോ ഭാഗത്തും അതിപ്പം ഞാൻ പറയുമ്പോൾ വളരെ സില്ലിയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, പക്ഷെ ഒരു വീട്ടമ്മ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ഹൗസ് വൈഫ് ആണല്ലോ, അപ്പോൾ മനസ്സിലാവും. ഓരോ ഈ മൂലയ്ക്കൊക്കെ മാറാല പിടിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമാണത്. അത് ക്ലീൻ ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നത് വീട്ടിനകത്ത് തന്നെ ഉള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊരു വീട്ടമ്മയുടെ കടമയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ബിജു ശരിക്കും ഫിലിമിൽ ആയതുകൊണ്ട് പലപ്പോഴും ഭയങ്കര ടെൻഷനുള്ള വർക്കാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടും ഇരുന്നിട്ടും ഒക്കെ തലവേദനയൊക്കെ ഇട്ട് ടെൻഷനായിട്ടായിരിക്കും ഞാനിരിക്കുന്നുണ്ടാവും. ബിജുവേട്ടന് അതിലാ ടെൻഷനായിട്ടാവും എന്നെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ നന്നായി സംസാരിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. ബിജുവിനെ ടെൻഷൻ അടിപ്പിക്കാതെ നന്നായി സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു എന്തോ എനിക്കതൊന്നും ഒരു ബോറടിയായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ എനിക്കൊരു പുതിയ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അതൊക്കെ ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഫുഡ് ഉണ്ടാക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുകയും ഒക്കെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ ഭാവന, അത് സംയുക്തയ്ക്കും ഞങ്ങൾക്കും ഒക്കെ ഒട്ടും മറക്കാൻ വയ്യാത്ത, അത് ഇപ്പോൾ കാണുമ്പോൾ സംയുക്തയ്ക്ക് എന്താ ഒരു ഫീലിംഗ് ഉണ്ടാവുക? ചിലപ്പോൾ തോന്നും ഞാനാണോ എന്ന് തോന്നാറുണ്ട്. ആ ക്യാരക്ടർ ചെയ്തത് ഞാൻ തന്നെയാണോ അത് ചെയ്തതെന്ന് തോന്നാറുണ്ട്. മഴയിലെ അനുഭവങ്ങൾ? മഴ എന്ന് പറഞ്ഞ ഫിലിമിൽ ശരിക്കും എൻ്റെ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷേ കഥ മാധവിക്കുട്ടിയുടെ കഥയാണ്. അത് തന്നെ ഒരു വലിയൊരു പ്ലസ്സാണ്. അതൊക്കെയാണ് കൂടുതൽ നോക്കിയിരുന്നത്. പിന്നെ ഓരോ കഥാപാത്രങ്ങളും ഓരോ പോലെയാണ്. മഴയിലത്തെ കഥാപാത്രം ഒന്നാണ്. അത് കണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊരു മോശം ആറ്റിറ്റ്യൂഡായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് മരിച്ച ഉടനെ തന്നെ
കാമുകനെ കാണാൻ പോകുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അതുപോലെ മേഘമൽഹാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കാമുകനെ ഒരു ഫ്രണ്ടിനെ കാണുന്ന പോലെയാണല്ലോ. അതൊക്കെ ശരിക്ക് നമ്മുടെ മലയാളി കോൺസെപ്റ്റിൽ അതൊരു നെഗറ്റീവ് കാര്യമാണ്. അത്രയേറെ കൺസർവേറ്റീവ് ആണ് ഇപ്പോഴും മലയാളികൾ. തീർച്ചയായിട്ടും അത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അങ്ങനെ ചെയ്തത് ശരിയാണോ? പക്ഷെ അത് ചെയ്തത് ശരിയാണോ അല്ല, അത് ഞാനല്ലല്ലോ, അത് ഞാൻ സംയുക്തയാണ്, അത് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ പലതരം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പല സ്വഭാവക്കാരുണ്ട്. അത് അതിലൊരു സ്വഭാവമുള്ളൊരു സ്ത്രീ എന്നാണ്. അങ്ങനെയല്ലോ അതെ, അതിനനുസരിച്ചിരിക്കും.